നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ലോയുടെ ചില ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ ചില ആപ്ലിക്കേഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമ്മളിത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. അതായത് ഫസ്റ്റ്, വൈൽ catching a fast moving cricket ball, why does a fielder moves his hand backwards? നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കുറച്ച് ഉയരത്തിൽ നിന്ന് ഇട്ടുതരുന്ന സാധനങ്ങൾ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ പുറകോട്ട് വലിക്കും. ഇപ്പം നമ്മൾ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ബോൾ വന്ന് നമ്മുടെ കയ്യിൽ തട്ടിയത് മുതൽ നമ്മൾ കൈ ഇങ്ങനെ പുറകോട്ട് വലിക്കും അല്ലേ? ക്രിക്കറ്റിലൊക്കെ ക്യാച്ച് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നൊരു വസ്തു താഴോട്ടേക്ക് ഇട്ടുതരുന്ന സമയത്ത് നമ്മളത് നമ്മുടെ കയ്യിൽ വന്ന് തട്ടുന്നതനുസരിച്ച് നമ്മളെ കൈ കുറച്ച് താഴോട്ടേക്ക് കൊണ്ടുവരും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. വീട്ടിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമാണ്. ഒന്നുകിൽ വീട്ടിലുള്ള ആരുടെങ്കിലും കുറച്ച് ഭാരമുള്ള ഒരു വസ്തു, അത് വീട്ടിൽ നിന്ന് നമുക്ക് അധികം ഉയരത്തിൽ നിന്നിടാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് ഭാരമുള്ളൊരു വസ്തു, ഒരു കല്ലോ എന്തെങ്കിലും ഒരു സാധനം കുറച്ച് ഉയരത്തിൽ നിന്നിടാൻ വേണ്ടി പറയാം. എന്നിട്ട് നമ്മൾ പിടിച്ചു നോക്കാം. നമ്മൾ ജസ്റ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് കൈ അതിന് നേരെ ചുവട്ടിൽ കാണിച്ച് പിടിച്ചു നോക്കാം. ശേഷം അതേ ഉയരത്തിൽ നിന്ന് വീണ്ടും ഇടാൻ പറയാം. എന്നിട്ട് ഇത് നമ്മുടെ കയ്യിൽ വന്ന് തട്ടുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ പതുക്കെ താഴോട്ടേക്ക് മൂവ് ചെയ്യിക്കാം. ഈ രണ്ട് സമയത്തുള്ള ഡിഫറൻസ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ബോൾ പിടിക്കുന്ന സമയത്ത് നേരെ കൈ മുമ്പോട്ട് വെച്ച് ബോൾ പിടിക്കാറില്ല. കൈ മുമ്പോട്ട് വെച്ചിട്ട് ബോൾ കയ്യിൽ തട്ടുന്നതനുസരിച്ച് കൈ പുറകോട്ട് വലിക്കും. ഇവിടെ നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ക്യാച്ച് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ സാധനം പിടിക്കുന്ന ആൾക്ക് ഇത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞോളുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ ബോളിന്റെ സ്പീഡ് കുറയ്ക്കുകയാണ്. ഈ ബോള് വളരെ വേഗതയിൽ വരികയാണ്. ഇങ്ങനെ വേഗതയിൽ വരുന്ന സമയത്ത് അതിനൊരു മൊമെൻ്റം ഉണ്ടാവും. കാരണം ബോളിനൊരു മാസ് ഉണ്ടാവും എം, അതിനൊരു വെലോസിറ്റി ഉണ്ടാവും വി, എം ഇൻറ്റു വി, ഒരു മൊമെൻ്റം ഉണ്ടാവും. ഈ ബോളിൻ്റെ സ്പീഡിനനുസരിച്ച് മൊമെൻ്റം വളരെ കൂടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം ആണ്. ഇത് നമ്മൾ പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതിൻ്റെ സ്പീഡ് അങ്ങ് സീറോ ആവുകയാണ് ഒറ്റയടിക്ക്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. വളരെ ഒരു വിതിൻ എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ വലിയ വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ഒരു വസ്തു പെട്ടെന്ന് സീറോ ആവുകയാണ്. സ്വാഭാവികമായും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ഈ ബോൾ നമ്മുടെ കയ്യിൽ തട്ടുന്നതിനനുസരിച്ച് നമ്മൾ കൈ പുറകോട്ടേക്ക് വലിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കുറയും അല്ല, അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് സ്പീഡ് സീറോ ആവും. അപ്പോൾ വളരെ പതുക്കെ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് അപ്ലൈ ചെയ്യപ്പെടുന്ന പറ്റുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ആനുപാതികമായിട്ടാണ് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ആനുപാതികമാണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ സ്പീഡിൽ വരുന്ന ഒരു സാധനം പെട്ടെന്ന് സീറോ ആവുകയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതേസമയം അതിൻ്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് സീറോയിലേക്ക് എത്തുന്നതെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് അതിന് അപ്ലൈ ചെയ്യപ്പെടാൻ കഴിയുന്ന ഫോഴ്സും വളരെ കുറവായിരിക്കും. നമ്മൾ പറഞ്ഞു പി സീക്വൽ ടു എം ഇൻറ്റു വി ആണ്. വി നമ്മൾ പതുക്കെ കുറച്ച് സീറോ ആക്കുകയാണ്. ഒറ്റടിക്ക് സീറോ ആവുന്നതിന് പകരം പതുക്കെ നമ്മൾ സീറോ ആക്കുകയാണ്. മൊമെൻ്റം സീറോയിലേക്ക് വരും. മനസ്സിലായല്ലോ? ഇതുകൊണ്ടാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബോൾ മറ്റെന്തെങ്കിലും സാധനങ്ങൾ പിടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൈ താഴോട്ടേക്ക് വലിക്കുന്നത്. ഓക്കെ, അപ്പോൾ കയ്യിൽ സാധനം തട്ടിയത് മുതൽ നമ്മൾ കൈ താഴോട്ടേക്ക് വലിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കുറഞ്ഞ് വരും. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം നമുക്ക് വളരെ കുറയ്ക്കാൻ വേണ്ടി കഴിയും. മനസ്സിലായല്ലോ? മറ്റൊന്ന്, വൈ ഡസ് എ പേഴ്സൺ ഗെറ്റ് ഹേർട്ട് വെൻ ഹി ഫാൾസ് ഓൺ എ സിമെൻറ്റ് ഫ്ലോർ? ഒരു സിമെൻറ്റ് ഫ്ലോറിലേക്ക് വീഴാണ് ഒരാൾ. അതിന് വീഴുമ്പോൾ അയാൾ മുറിവ് സംഭവിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് അപകടം സംഭവിക്കുന്നു. കാരണം എന്താ കാരണം? ഇത് തന്നെയാണ് പ്രശ്നം. ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരാളുടെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അല്ലേ? അയാൾ തന്നെ ഒരു 10-60 കിലോ 70 കിലോ ഭാരമുള്ള ആളായിരിക്കും.
അതോടൊപ്പം തന്നെ അയാളുടെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ കൊണ്ടുണ്ടാവുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓരോ സെക്കൻഡിലും അയാളുടെ വെലോസിറ്റി കൂടിക്കൊണ്ടേ നിൽക്കും. സ്വാഭാവികമായിട്ട് അയാൾ ഭൂമിയിൽ വന്ന് തട്ടുന്നതിന് തൊട്ട് മുമ്പ് അയാളുടെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. തട്ടുന്നതോടുകൂടെ ഒറ്റടിക്ക് 0 ആവും. സ്വാഭാവികമായിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫോഴ്സിലാണ് താഴെ വന്ന് വീഴും. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് അപകടം പറ്റും. അപ്പോൾ അയാളുടെ ഫോഴ്സ് കുറയ്ക്കണം. അതിന് നമ്മളെന്താ ചെയ്യാറ്? സാധാരണഗതിയിൽ നമ്മൾ ഒരാൾ ബിൽഡിങ്ങിന് താഴെ നമ്മൾ വല വെച്ച് കൊടുക്കും അല്ലേ? അപ്പോൾ വലയിൽ വീഴുന്ന സമയത്ത് വല വന്ന് പതുക്കെ ഇങ്ങനെ സ്ലോയിൽ നിൽക്കും. നമ്മൾ ലോങ് ജമ്പ് അതേപോലെ ഹൈ ജമ്പ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ മണൽ ഇടാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ കുഷ്യൻസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴൊക്കെ സമയം കുഷ്യനിലേക്ക് ഒരാൾ ചാടുന്ന സമയത്ത് ഇയാളൊന്ന് തട്ടിയത് മുതൽ ഇയാളുടെ സ്പീഡ് 0 ആവുന്നതിനിടയ്ക്ക് ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. അയാൾ നിലത്ത് വന്ന് തട്ടുമ്പോഴേക്കും അയാളുടെ സ്പീഡ് പരമാവധി കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മണലിടുന്ന സമയത്തും ഇതാണ് സംഭവിക്കുക. നമ്മൾ നേരെ ഫ്ലോറിലേക്ക് വീഴുന്നതിന് മണലിൽ വന്നിട്ട് നമ്മളിങ്ങനെ തട്ടി മണൽ തെറിച്ച് നമ്മൾ പതുക്കെ നമ്മൾ സ്റ്റോപ്പ് ആകുമ്പോഴേക്കും നമ്മളുടെ പതുക്കെ നമ്മളെ വെലോസിറ്റി കുറയും. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് നമ്മൾ ഈ ചാട്ടം ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മണലിടുന്നത്. ഹൗ ഡസ് എ കരാട്ടെ പ്ലേയേഴ്സ് ബ്രേക്സ് എ പൈൽ ഓഫ് ടൈൽസ് ഓർ എ സ്ലാബ് ഓഫ് ഐസ് വിത്ത് എ സിംഗിൾ ബ്ലോ? ഒറ്റയടിക്ക് കുറേ 10 ഇഷ്ടിക പൊട്ടിക്കുന്ന കരാട്ടെ പ്ലെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ വലിയ ഐസ് ക്യൂബുകൾ ബ്രേക്ക് ചെയ്യുന്ന ആളുകൾ, കുറേ അധികം മോഡുകൾ. ഇവരൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കാണ്. ഒരു ഭയങ്കര സ്പീഡിൽ നമ്മളെ കൈ മൂവ് ചെയ്യിക്കുക. എന്നിട്ട് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാവാം. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ അടിക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മളൊരു വിറകെട്ടൊക്കെ പെട്ടെന്ന് പൊക്കുമ്പോൾ കയറ് പൊട്ടിപ്പോകും. ഇത് സംഭവിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് അവിടെയും വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഈ ഒരു മാസുള്ള ഒരു വസ്തുവിനെ 0-യിൽ നിന്ന് പെട്ടെന്ന് അതിൻ്റെ വെലോസിറ്റി കൂട്ടുകയാണ്. പതുക്കെ നമ്മൾ പൊക്കിയാൽ കയറ് പൊട്ടില്ല. പതുക്കെ നമുക്ക് കയറിൽ പൊക്കാൻ പറ്റുന്ന സാധനം തന്നെ നമ്മൾ പെട്ടെന്ന് പൊക്കുമ്പോൾ പൊട്ടുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട്. മൊമെൻറ്റം പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് കുറേ ആപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് ഇനി ധാരാളം ആപ്ലിക്കേഷൻസ് ഇതിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഒരു ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദി ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ് ഓഫ് 15 ന്യൂട്ടൺ എക്സെർട്ടഡ് ഓൺ എൻ ഒബ്ജക്റ്റ് ഓഫ് 3 കിലോഗ്രാം? 3 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന് 15 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. F=ma ആണ്. എമ്മും എഫും നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് കണ്ടെത്തേണ്ടതാണ് എ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മനസ്സിലായില്ലേ? F=ma ആണ്. A എന്താ വരിക? F/m അല്ലേ? ഈ ഇക്വേഷൻ മാത്രം മതി ഇവിടെ. അത് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. A=F/m. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിനുണ്ടാക്കാൻ കഴിയുന്ന ഒരു 3 കിലോഗ്രാം മാസിന് മുകളിൽ 15 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വാട്ട് ഫോഴ്സ് ആക്സലറേറ്റ് എ 50 കിലോഗ്രാം മാസ് അറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ആക്സലറേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് എത്ര ഫോഴ്സ് വേണമെന്നാണ്. F=ma. എഫിന് ഡയറക്റ്റ് നമ്മൾ കണ്ടെത്തിയാൽ മതി. സിമ്പിളാണ്. ഇതൊക്കെയാണ് സെക്കൻഡ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. തേർഡ് ലോയും നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. തേർഡ് ലോയുടെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും. സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മളൊരു ക്രിക്കറ്റ് ബോൾ എടുത്തൊരു ചുമരിലേക്ക് എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് അവിടെ പോയി തട്ടിയിട്ട് തിരിച്ചു വരും അല്ലേ? ഒരു ബലൂണിൽ കാറ്റ് നിറച്ചതിന് ശേഷം ഒന്ന് വിട്ടു നോക്ക്. ബലൂൺ അങ്ങനെ മുകളിലേക്ക് പോകും, ആ കാറ്റ് നേരെ താഴോട്ടേക്ക് വരും. ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ എന്ത് ആക്ഷൻ ചെയ്താലും അതിന് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പം നമ്മൾ ചുമരിലേക്ക് ബോൾ എറിയുന്നത് നമ്മൾ ആക്ഷനാണ്. ബോൾ ചുമരിൽ തട്ടി തിരിച്ചു വരുന്നത് റിയാക്ഷനാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ
പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ ആക്ഷൻ റിയാക്ഷനുകൾ. പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ സാധാരണ ഗതിയിൽ ഒരു തോണിയിൽ നിന്ന് നമ്മൾ കരയിലേക്ക് ചാടാൻ നമ്മൾ മുമ്പോട്ട് വരും, തോണി ഒന്ന് പുറകോട്ട് പോകും. ഓക്കെ, നമ്മൾ മുമ്പോട്ടേക്ക് ചാടും, നമ്മൾ തോണിയെ പുറകോട്ട് തള്ളണം, അപ്പോൾ തോണി നമ്മളെ മുമ്പോട്ട് തള്ളും. നമ്മൾ ഗ്രൗണ്ടിലൂടെ നടക്കുന്നത്, ഭൂമിയിലൂടെ നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ്? ഇതേ ആക്ഷൻ റിയാക്ഷൻ കൊണ്ടാണ്. നമ്മൾ ഭൂമിയെ പുറകോട്ട് തള്ളും, ഭൂമി നമ്മളെ മുമ്പോട്ട് തള്ളും. ഭൂമി വളരെ മാസീവ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പുഷ് കൊണ്ട് ഭൂമി പുറകോട്ട് പോകില്ല, അതേസമയം ഭൂമിയുടെ പുഷ് കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലെ എല്ലാ കാര്യം നമ്മൾ നീന്തുകയാണെങ്കിൽ എന്താ ചെയ്യാറ്? നമ്മൾ കൈകൊണ്ട് പുറകോട്ട് വെള്ളത്തെ തള്ളി നീക്കും, അപ്പോൾ വെള്ളം നമ്മളെ മുമ്പോട്ട് തള്ളും അല്ലേ? നീന്തുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു കയറി പോകുന്ന പോലെയാണ് പോകാറ്. നീന്താറില്ലേ? നമ്മൾ വെള്ളത്തെ പുറകോട്ടാണ് തള്ളാറ്, അപ്പോഴാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് റോക്കറ്റിൽ നിന്ന് പുക പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭൂമിയിലേക്ക് ശക്തമായി പുക പോകും, അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ റോക്കറ്റ് മുകളിലേക്ക് പോകും. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ലോറിയിൽ നിന്ന് ചരക്കിറക്കുന്ന സമയത്ത് ലോറി ഇങ്ങനെ ഇളകി കളിക്കും, ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ ഈ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സുകളാണ്. ഈ ആക്ഷൻ റിയാക്ഷൻ സംഭവിക്കാൻ വേണ്ടി ഇത് പരസ്പരം തട്ടണം എന്നില്ല, രണ്ടും തമ്മിൽ ടച്ച് ഉണ്ടാവണമെന്നില്ല, രണ്ടും തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ നമ്മളെ മാഗ്നറ്റിക്കിൻ്റെ ഒക്കെ ആക്ഷൻ റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന് കോണ്ടാക്ട് ആവശ്യമില്ല. അപ്പോൾ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ് ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയാറുണ്ട്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെടിയുണ്ട മുമ്പോട്ട് പോകും, അതോടൊപ്പം തോക്ക് പുറകോട്ടും വരും. പട്ടാളക്കാരുടെയൊക്കെ ഷോൾഡറിൽ തയമ്പുണ്ടാകുന്ന കട്ടിച്ച് ഇതായിട്ട് തയമ്പ് കിട്ടുമെന്ന് പറയില്ലേ, അങ്ങനെ വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നത്. കാരണം ഓരോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഈ തോക്ക് വന്ന് ഷോൾഡറിൽ ഇടിക്കാറുണ്ട്. ഇതേപോലെ എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. അടുത്ത കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് ആണ്. മൊമെൻ്റം എന്ന് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മൊമെൻ്റം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം എന്ന് പറഞ്ഞാൽ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ്. പല ആപ്ലിക്കേഷനുകളും ഉള്ള ഒരു പ്രധാനപ്പെട്ട ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം പറയുന്നത് ഇഫ് ടു ഓർ മോർ ഒബ്ജക്ട്സ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ their total momentum remains conserved before and after the collision provided there is no external force acting on them. ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് അതിൻ്റെ കൊളിഷന് മുമ്പുള്ള അതേ മൊമെൻറ്റം തന്നെ ആയിരിക്കും കൊളിഷന് ശേഷം ഉണ്ടാവുക. കൂട്ടിയിടിച്ചതിന് മുമ്പുള്ള അതേ മൊമെൻറ്റം തന്നെ ആയിരിക്കും കൂട്ടിയിടിച്ചതിന് ശേഷം ഉണ്ടാവുക. പക്ഷെ മൊമെൻറ്റം എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചേഞ്ച് ആവും. ഒരു ബോഡിയിൽ നിന്ന് ചിലപ്പോൾ മറ്റേ ബോഡിയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവുമെന്ന് മാത്രം. പക്ഷെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം ഇസ് ഈക്വൽ ടു ദി ഫോഴ്സ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു P2 - P1/T എന്ന് പറയാം. P2 - P1 എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം. ഓക്കെ, അപ്പോൾ മൊമെൻ്റം എന്താ, ഒരു വസ്തു കൂട്ടിയിടിക്കുന്നതിന് മുമ്പുള്ള അതേ മൊമെൻ്റം തന്നെ ആയിരിക്കും കൂട്ടിയിടിച്ചതിന് ശേഷം ഉണ്ടാവുക. അത് തെളിയിക്കുന്ന ഒരു ചെറിയൊരു പരീക്ഷണമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് കോട്ടികൾ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതേ രീതിയിൽ നമ്മൾ ഒരു നാരോ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നമ്മൾ ഈ കോട്ടികൾ ഇറക്കി വെക്കുക. കോട്ടിക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിൽ വേണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒരു കോട്ടി എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കോട്ടി ഇങ്ങോട്ട് പോകും. നമ്മൾ ഇവിടുന്ന് 2 എണ്ണം എടുത്തിട്ടാണ് അടിക്കുന്നത്, ഇവിടുന്ന് 2 എണ്ണം പോകും. 3 എണ്ണം എടുത്തിട്ടാണെങ്കിൽ 3 എണ്ണം പോകും. നമ്മൾ എത്ര എണ്ണം എടുത്തോ അത്രയും എണ്ണമാണ് ഇങ്ങോട്ടേക്ക് പോകും. അതായത് ഇവിടെ ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെൻറ്റം അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ കൂട്ടിയിടിക്ക് മുമ്പുള്ള മൊമെൻ്റം എന്താണോ അത് തന്നെയാണ് കൂട്ടിയിടിക്ക് ശേഷം ഉണ്ടാവുന്നതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം പറയുന്നത്. മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണിത്. നമ്മളിവിടെ സയൻസ് എക്സ്പോക്കൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ്. നമ്മൾ വലിച്ചിട്ട് 1 വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് 1 പോകും, 2 എണ്ണം വിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് 2 എണ്ണം പോകും. ഓക്കെ, അതൊക്കെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്രിക്ഷൻ ആണ് പറയാനുള്ളത്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ്. എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.